ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാഹനം തിരിക്കുക എന്നുള്ളത്. വാഹനം ഒരു സ്ട്രെയിറ്റ് റോഡിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കും. എന്നാൽ ഒരു വാഹനം തിരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു മിറർ നോക്കി ഏറ്റവും എളുപ്പത്തിൽ വാഹനം തിരിക്കാനായിട്ടുള്ള ചില സിമ്പിൾ ടെക്നിക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ നമ്മൾ വാഹനം തിരിക്കുന്നത് 3 മെത്തേഡിലാണ്. ഒന്ന്, നമ്മൾ യു-ടേൺ എടുത്ത് വാഹനം തിരിക്കാറുണ്ട്. 2, വാഹനത്തിന്റെ ബാക്ക് കയറ്റി, അതായത് ബാക്കിൽ ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വാഹനത്തിന്റെ ബാക്ക് കയറ്റി തിരിക്കുന്ന ഒരു മെത്തേഡ്. 3ാമത് വാഹനത്തിന്റെ ഫ്രണ്ട് കയറ്റി തിരിക്കുന്ന ഒരു മെത്തേഡ്. എന്തായാലും 3 മെത്തേഡ് നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് തന്നെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കുള്ള ഒരു പേടിയാണ് ഒരു വാഹനം തിരിക്കുമ്പോൾ വണ്ടിയുടെ സൈഡ് എവിടെയെങ്കിലും തട്ടുമോ എന്നുള്ളൊരു പേടി പലർക്കുമുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി അത് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടി ഞാനിവിടെ ഈ ഒരു മിററിലായിട്ട് 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഈ സ്റ്റിക്കറിൻ്റെ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും വാഹനത്തിൻ്റെ ബോഡി ഏരിയയെ സൂചിപ്പിക്കുന്നു. പിന്നെ ഈ സെൻറ്ററായിട്ട് വരുന്ന ഈ ഒരു ഭാഗം റോഡ് ഏരിയയെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ വാഹനം തിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ആ റോഡ് ക്ലിയർ ആയിട്ട് കാണാവുന്ന ആ ഒരു ഭാഗം. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഏരിയയാണ് ഒബ്ജക്റ്റ് ഏരിയ. അതായത് സൈഡിലുള്ള മതിലോ ഭിത്തിയോ അല്ലെങ്കിൽ സൈഡിൽ ഏതെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം റിവേഴ്സ് എടുത്ത് തിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ജഡ്ജ് ചെയ്യുക. ഒരു കാരണവശാൽ ഈ ഒരു ബോഡി ഏരിയ കവർ ചെയ്ത്, അതായത് ഈ റോഡ് ഏരിയയും കവർ ചെയ്തുകൊണ്ട് സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് വരാൻ പാടില്ല. അതായത് പൂർണ്ണമായിട്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഒബ്ജക്റ്റിനോട് കവർ ചെയ്ത് വരാൻ പാടില്ല. ഇടയ്ക്ക് ഈ ഒരു ഗ്യാപ്പ്, റോഡ് ഏരിയയുടെ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നിങ്ങൾ വാഹനം തിരിക്കുവാനായിട്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്ന മെത്തേഡ് യു-ടേൺ എടുത്ത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് തിരിച്ച് നമ്മൾ വാഹനം തിരിച്ചെടുക്കുന്ന ഒരു മെത്തേഡ്. ഇതിന് നമുക്ക് ആവശ്യത്തിന് സ്പേസ് വേണം. അപ്പോൾ നിങ്ങൾ വാഹനം പഠിക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് വാഹനം തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു സ്പേസുകൾ കണ്ടെത്തി വാഹനം തിരിക്കുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുന്നു. എപ്പോഴും നിങ്ങൾ യു-ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് വാഹനം വന്നതിന് ശേഷം സ്പേസ് കണ്ടെത്തി യു-ടേൺ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുകയാണ്. ഓക്കെ, കുറച്ചും കൂടെ വാഹനം ഒന്ന് മുന്നോട്ട് വരുന്നു. നമുക്കത് ഇവിടെ വട്ടം തിരിഞ്ഞ് വരുവാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാക്സിമം വാഹനം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ, ഇനി നിങ്ങൾ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിലെ മിറർ ആയിരിക്കണം. അതായത് റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ബോഡി ഏരിയ ക്ലിയർ ആയിട്ട് കാണാം, റോഡ് ഏരിയ കാണാം, വെളിയിലുള്ള ഒബ്ജക്റ്റുകളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് തിരിക്കുക. കാരണം നമുക്ക് വലത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുക്കുക. ഇനി വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ തന്നെ, തുടക്കക്കാർക്ക് എളുപ്പത്തിൽ എടുക്കാനാണ് ഈ ഒരു മാർഗം പറഞ്ഞു തരുന്നത്. ക്ലച്ചിൽ നിന്നും മെല്ലെ കാലയക്കുമ്പോൾ വാഹനം റൺ ചെയ്ത് തുടങ്ങും. അങ്ങനെ റൺ ചെയ്യുന്ന അവസരങ്ങളിൽ വണ്ടിക്ക് വേഗത കുറവാണെങ്കിൽ മാത്രം ചെറുതായിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, വാഹനങ്ങൾ പോയി. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു. കണ്ടില്ലേ, വണ്ടി യു-ടേൺ എടുത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അതായത് അവിടെ നിന്നാണ് നമ്മൾ യു-ടേൺ എടുത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നിങ്ങൾ വാഹനം നിർത്തുക. അതിനുശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയാക്കി കൊടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് തിരിച്ചത്. നമുക്ക് ടയർ നേരെയാകണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു 1/2 റൗണ്ട് തിരിച്ചു, വീണ്ടും ഞാനിത് 1 റൗണ്ട് തിരിച്ചു. ഇപ്പോൾ വാഹനത്തിൻ്റെ ടയർ നേരെയായി, സ്റ്റിയറിംഗ് നേരെയായി. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മെയിൻ മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ചെറിയ സ്പേസുകളിൽ വാഹനം തിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ വണ്ടിയുടെ ബാക്ക് കയറ്റി തിരിക്കുക. കാരണം ചെറിയ പോക്കറ്റ് റോഡിലാണ് നമ്മൾ വാഹനം തിരിക്കുന്നതെങ്കിലുള്ള ഒരു പ്രശ്നം, റോഡ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സൈഡിൽ ചെറിയ സ്പേസുകളുണ്ടെങ്കിൽ അങ്ങോട്ട് വാഹനത്തിൻ്റെ ബാക്ക് കയറ്റി തിരിക്കുക. ബാക്ക് കയറ്റി തിരിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമായിരിക്കും. എന്തായാലും ഞാൻ അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഒരു പോക്കറ്റ് റോഡിൽ വാഹനത്തിൻ്റെ ബാക്ക് കയറ്റി തിരിക്കുമ്പോഴാണ് സൈഡ് വ്യൂ മിററിൻ്റെ ആ ഒരു ഉപയോഗം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളുടെ വാഹനം നേരെ മുന്നോട്ട് പോയതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ബാക്ക്
പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് തിരിച്ചാണ് നമ്മൾ വാഹനം തിരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആ തിരിയുന്ന ആ ഒരു സ്പേസിനോട് ഒരുപാട് ചേരാൻ പാടില്ല. ഏകദേശം ആ റോഡിൻ്റെ ആ എൻഡ് ഭാഗമില്ല, ആ വെള്ളമൊക്കെ ഒഴുകുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2-2.5 അടി, ഒരു 3 അടിയെങ്കിലും സ്പേസ് ഇട്ട് വേണം നിങ്ങൾ വാഹനം നിർത്താൻ. ഒരു കാരണവശാലും നമ്മൾ തിരിക്കാൻ പോകുന്ന ആ ഒരു സ്പേസിനോട് ഒരുപാട് ചേരാൻ പാടില്ല. ഒരു 3 അടി സ്പേസ് തള്ളിയിട്ട് നിങ്ങൾ വാഹനം നേരെ മുന്നോട്ടെടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ ഇങ്ങോട്ടാണ് വാഹനത്തിൻ്റെ ബാക്ക് കയറ്റാൻ പോകുന്നത്. ഇപ്പോൾ ആ ഒരു റോഡിൽ നിന്ന് ഏകദേശം ഞാനൊരു 3 അടി സ്പേസ് ഇട്ടാണ് വാഹനം വീണ്ടും മുന്നോട്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കുക, വാഹനം മുന്നോട്ട് വരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ സൈഡ് റോഡിൻ്റെ എൻഡ് കാണണം. എൻഡ് എവിടെയാണ് കാണേണ്ടത്? ഞാൻ കാണിച്ചു തരാം. അതായത് വാഹനം നേരെ മുന്നോട്ട് പോകുന്നു. ഏകദേശം നിങ്ങളുടെ വാഹനത്തിൻ്റെ സെക്കൻഡ് ഡോറിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് തിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ റോഡിൻ്റെ ആ ഒരു എൻഡ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ നിങ്ങൾ വാഹനം ചവിട്ടി നിർത്തുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്കാണ് കയറുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൈഡ് വ്യൂ മിററാണ്. ലെഫ്റ്റ് സൈഡിലെ സൈഡ് വ്യൂ മിറർ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാണ് കയറുന്നത്? ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ബോഡി ഏരിയ എനിക്ക് കൃത്യമായിട്ട് ഒരു 20% കാണാം. ഇവിടെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ബോഡി ഏരിയ നിങ്ങൾ കണക്ക് കൂട്ടുക, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന റോഡ് ഏരിയ നിങ്ങൾ കണക്ക് കൂട്ടുക, സൈഡിലുള്ള ഒബ്ജക്റ്റുകളെയും നിങ്ങളത് അനുസരിച്ച് മനസ്സിലാക്കുക. മെല്ലെ ഞാനിത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം ബാക്കിലേക്ക് എടുക്കുന്നു. റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ വെച്ചാണ് നമ്മൾ വാഹനം ബാക്കിലേക്ക് എടുക്കുന്നത്. എനിക്ക് ആ ബോഡി ഏരിയ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് ഏരിയയും എനിക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ സൈഡിലൊന്നും ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റുകളില്ല. ഒപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ നോക്കി വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ബോഡി ഏരിയയും അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന ഒബ്ജക്റ്റുകളെയും കൃത്യമായിട്ട് നോക്കുക. സെൻറ്ററായിട്ട് നിങ്ങൾ നോക്കുക. നമുക്ക് റോഡ് ഏരിയ ക്ലിയർ ആയിട്ട് കാണാം. സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ, ഈ കാർഡുകളെ നമുക്ക് കൃത്യമായിട്ട് കാണാം. റോഡ് ഏരിയയും കാണാം. ഇനി ഇതനുസരിച്ച് നിങ്ങൾ വാഹനം നേരെ ബാക്കിലേക്ക് കയറ്റുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ എനിക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒബ്ജക്റ്റുകളെ കാണാം, ബോഡി ഏരിയയും കാണാം. ഇപ്പോൾ വാഹനം ഒരു സൈഡിലും തട്ടുന്നില്ല. നിങ്ങൾ ഈ സൈഡിൽ നോക്കുക. ലെഫ്റ്റ് സൈഡിലെ മിററിൽ ബോഡി ഏരിയ കാണാം. സൈഡിലുള്ള റോഡ് നമുക്ക് നടുക്കായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ഒബ്ജക്റ്റ്, ആ ചെടി, പച്ച ചെടികൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. അതിന് എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് ഒരു 1.5 റൗണ്ട് നിങ്ങൾ കറക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 1/2 റൗണ്ട് വലത്തെ സൈഡിലേക്ക് കറക്കി. വീണ്ടും ഞാനിത് ഒരു റൗണ്ടും കൂടെ കറക്കിയപ്പോൾ വാഹനത്തിൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം നേരെ മുന്നോട്ടെടുക്കുക. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം വലത്തെ സൈഡിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വലത്തെ സൈഡിലേക്ക് വാഹനം എടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാനിത് മൂവ്മെൻ്റ് ആക്കുന്നു. സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഫ്രണ്ട് കയറ്റി തിരിക്കുന്നതും കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ദോഷവശം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. നിങ്ങൾ നോക്കുക, ഞാൻ വാഹനത്തിൻ്റെ ഫ്രണ്ട് കയറ്റി തിരിച്ച് കാണിക്കാം. ഫ്രണ്ട് കയറ്റി തിരിക്കാനായിട്ട് നമുക്കിത് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്ത് കയറ്റി തിരിക്കാം. അതായത് വലത്തെ സൈഡിലേക്ക് വാഹനത്തിന് മുൻവശം കയറ്റിയിട്ട് തിരിക്കാം. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുന്നു. ഇനി വലത്തെ സൈഡിലേക്ക് വാഹനത്തിന് മുൻവശം കയറ്റാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് ഓടിച്ചു കൊടുത്ത് വാഹനത്തിൻ്റെ മുൻവശം ഇങ്ങോട്ട് കയറ്റി. വീണ്ടും ഞാൻ വാഹനത്തിൻ്റെ ടയർ ഒരു 1.5 റൗണ്ട് കറക്കി സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഇനി നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം, ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിലൂടെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സൈഡ് വ്യൂ മിററിലൂടെ ഇങ്ങനെ നോക്കണം, തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയും വരും. തിരിഞ്ഞു നോക്കാതെ നമുക്ക് ഒരു കാരണവശാലും പുറകിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കിയേ നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. എന്തായാലും ഞാൻ വീണ്ടും വാഹനത്തിൻ്റെ ബാക്ക് വെളിയിലേക്ക് എടുക്കാൻ പോവുകയാണ്. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ തന്നെ വാഹനം റൺ ചെയ്ത് തുടങ്ങി. കണ്ടില്ല, എനിക്കിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയത്തുള്ളൂ. അതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും വാഹനം തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് കയറ്റി നിങ്ങൾ തിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.